പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുൻപിൽ വരാൻ കാരണം നിങ്ങളെന്നെ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം. ക്രിസ്ത്യാനി സമൂഹത്തിലെ ഏത് സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരാളെങ്കിലും എനിക്ക് ഉത്തരം തരണം. ആരെങ്കിലും ഉണ്ട്, ഒരുപാട് പേര്, അവരുടെ പേരൊക്കെ ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെനിക്ക് ഉത്തരം തരണം. അതായത്, നിങ്ങൾ ക്രിസ്ത്യാനികൾ കേരളത്തിൽ എത്ര സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്? ഈ സഭകളെല്ലാം എനിക്കറിയാം. നിങ്ങൾ പറയത്തില്ല ദൈവം സൃഷ്ടിച്ചതാണെന്ന്. നിങ്ങൾ ബൈബിളിൽ ഓരോ വാക്യം എടുത്ത് ഇത് അങ്ങനെ ഞങ്ങൾ ആ സഭയാണ് ഈ സഭയാണെന്ന് പറയാം. അതൊക്കെ ശരി. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം ഒന്ന്, പിതാവ്, പുത്ര, പരിശുദ്ധാത്മ. പിതാവില്ലെന്ന് പറയാനൊക്കത്തില്ല. കാരണം യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പോയി പറഞ്ഞത്, പിതാവേ, ആകുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കിക്കളയുക. അല്ല, അങ്ങനെയല്ല, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന്. അവിടെ പിതാവുണ്ട്, പുത്രൻ, പരിശുദ്ധാത്മാവ് കൂടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ഇത്രയും സഭ ഉണ്ടാക്കി എന്തോ എടുക്കാനാ? മുക്കിനും മൂലയ്ക്കും എല്ലാം സഭകളുണ്ടാക്കി നിങ്ങൾ മനുഷ്യരെ വഞ്ചിക്കുകയല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നു? നിങ്ങളെന്തുവാ നിങ്ങൾ എന്നും ഈ പ്രഘോഷിക്കുന്നത്? ഇപ്പോൾ നോക്കാം, വലിയ ആഡംബര ഇതായിട്ട് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നു. എന്തുവാ രോഗശാന്തി ശുശ്രൂഷ? മക്കളെ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിതാ ഇവിടെ, ഇതാ അവിടെ എന്ന് പറയുമ്പോൾ അവരുടെ പുറകെ പോകരുത്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, ബൈബിൾ വായിക്കുവിൻ. ഇന്ന് നോക്കിയാൽ ഈ സഭകൾ, ഈ കേരളത്തിലെ സഭകളുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം ക്രുക്കടും ഏറ്റവും വലിയ ജനദ്രോഹികളുമാണ്, സ്വാർത്ഥരുമാണ്. അവർക്ക് പണമെന്ന ചിന്തയുള്ളൂ. അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ശിങ്കടികൾ പുരോഹിത വർഗത്തിലാണെങ്കിൽ മെത്രാന്മാരെ കാതുപിടിക്കായ അല്ലെങ്കിൽ മറ്റവനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ കീഴിലുള്ളവരെ സപ്പോർട്ട് ചെയ്തിരിക്കും. കാരണം അവർക്ക് ഇതിൻ്റെ വീതം കിട്ടുന്നതാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഓർത്തഡോക്സ് സഭയോടാണ്. കുറച്ച് 5-6 മാസത്തിന് മുമ്പ് ഒരു മെത്രാൻ ഒരു കുറിപ്പ് ഇറക്കി. നമ്മുടെ സഭയിൽ ശുശ്രൂഷയിൽ നിന്ന് പെൻഷൻ പറ്റുന്ന പുരോഹിതന്മാരെയും കൊച്ചമ്മമാരെയും നോക്കേണ്ട കടമ വിശ്വാസികളുടേതാണ്. കാരണം ഇവർക്കാർക്കും മക്കളില്ല. ഇവരുടെ ഈ റിട്ടയറാകുന്ന പുരോഹിതന്മാരും ഭാര്യമാരും എല്ലാം മച്ചികളും മച്ചന്മാരുമായിരുന്നു. അതുകൊണ്ട് അല്ല, അവർക്ക് മക്കളുണ്ടെങ്കിലും അവരെ ഉപദ്രവിക്കേണ്ട വിശ്വാസികളുണ്ടല്ലോ. ഇവരാരും ഒരു വിധത്തിലും താണ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരല്ല. എല്ലാവരും മണിമാളികൾ ജീവിക്കുന്ന പുരോഹിതന്മാരും മെത്രാന്മാർ അനുമതിയിൽ സൂഹിക്കുക. ഈ പുരോഹിതന്മാർ ഏതുണ്ട് മണിമാളിയിലല്ല ജീവിക്കുന്നവർ. അവരുടെ വീട്ടിൽ വിശ്വാസികൾ പോയി തേടി വരെ ചെയ്യണം. നിങ്ങൾ ഈയൊരു ഇതിറക്കിയല്ലോ, മദ്യപിക്കുന്നവൻ്റെ വീട്ടിൽ വെട്ടാൻ പോകാൻ പാടില്ല, അവൻ്റെ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല, അവനെ പള്ളി കയറ്റി ഒരു കാര്യം അവൻ്റെ ചെയ്യാൻ പാടില്ല, അവനെ തെമ്മാടി കുടിച്ചിടും. നല്ല കാര്യം മക്കളെ. കാരണം അവൻ്റെ കാശ് കൊടുത്ത കള്ളു കുടിച്ചത്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ, കള്ളു കുടിച്ചവൻ തെമ്മാടി കുഴി കിടക്കണമെന്ന്. എന്നാൽ നിങ്ങളോട് എനിക്ക് ഇന്ന് ചോദിക്കാറുള്ളത്, ഈ നിയമങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി. ആരൊക്കെ? നിങ്ങളുടെ പുരോഹിതവർഗത്തിൽ വല്ലതും ഉണ്ടാക്കുന്നു. ഇത് നിസ്സാരം. ഒരു വിശ്വാസി കുർബാന കൊള്ളണമെങ്കിൽ അതിന് ഇന്ന രീതിയിലൊക്കെ ചെയ്യണമെന്ന് ഉപദേശിക്കുന്ന പുരോഹിത വർഗമേ, നിങ്ങൾ എന്നോട് പറയുക, നിങ്ങൾ കുർബാന അർപ്പിക്കാൻ വരുന്നത് ഒരു ദിവസം തലേ ദിവസം വന്ന് അരമനയിൽ നിങ്ങൾക്ക് മുറിയുണ്ട്, അവിടെ കിടന്നിട്ട് കുളിച്ച് രാവിലെ എഴുന്നേറ്റ്
സ്വസ്ഥമായിട്ട് കുർബാന ചൊല്ലാൻ കയറുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണോ? ഏതെങ്കിലും പുരോഹിതൻ വെച്ചാണ് പറയട്ടെ, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണോ? അല്ല. നിങ്ങൾ പോട്ടെ, നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഇപ്പം ഇനിയും എനിക്ക് പറയാനുള്ളത്, ഈ നിയമം നിങ്ങൾ ഇപ്പോഴത്തെ കാതോലിക്ക കൊലപാതക കേസിലോ 1 പ്രതി കാതോലിക്കാർ പറഞ്ഞാൽ മതി, അവൻ ഉടനെ തന്നെ പുറപ്പെടുവിക്കും. കാരണം പുരോഹിതന്മാർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാനോ പറ്റില്ല. കാരണം അപ്പോൾ അല്ലെങ്കിൽ കാതോലിക്കയുടെ കസറിക്കും. അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞാൽ മതി. നിങ്ങൾ റിട്ടയറായ പുരോഹിതന്മാരെ കൊച്ചന്മാരെയൊക്കെ വിശ്വാസികൾ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പോയി അവരുടെ ജോലി ചെയ്യാം. അത് ഞങ്ങൾക്കൊരു തടസ്സവുമില്ല. ഞങ്ങൾ ജോലി ചെയ്യാൻ അർഹതപ്പെട്ടവരാണ്. ഒരു തരത്തെ ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. എന്നാൽ ഈ കള്ളൂടിയന്മാരെ തെമ്മാടിക്കുഴിയിൽ കൊണ്ടുവരുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ കുറ്റമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിക്കുക. നിങ്ങളുടെ കാതോലിക്കാരുടെ പേരിലൊരു കേസുണ്ടോ? ഒരു കുറ്റത്തിൻ്റെ കേസുണ്ടോ? 1 പ്രതിയാണോ? എവിടെയെങ്കിലും ആ കേസ് പോയോ ഇല്ലോ എന്ന് എനിക്കില്ല. ഏതായാലും അങ്ങനൊരു കേസുണ്ടായോ? അത് വെറുതെ ഉണ്ടായതാണോ? ആരെങ്കിലും ഒരു വ്യക്തമാണ് പുരോഹിതനോ പറയാമോ അതിനെക്കുറിച്ച്? വേണ്ട. ഓട്ടോസഭയിൽ എത്ര സ്വർഗഭോഗികളുണ്ട്. ഞാൻ വേണേൽ വീഡിയോ ഇട്ട് തരാം. എത്ര ഇനി പേപ്പറിൽ വന്ന ഒരു സ്ത്രീ തൻ്റെ ബലഹീനത അവൾ കുമ്പസാര സമയത്ത് പറഞ്ഞത്, അതിനെ മുതലെടുത്ത് അവൻ്റെ തന്തയ്ക്ക് പറക്കാത്ത കൂട്ടുകാർക്കെല്ലാം വീതം വെച്ച് കൊടുത്തു അവളെ, പുരോഹിതന്മാർക്ക്. ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരെയൊക്കെ നീ ഏത് അമ്മയുടെ കുഴി കൊണ്ട് കുഴിച്ചിടുവടാ? കള്ളുകൂടിയന്മാരെ ചെമ്മാടിക്കുഴിയിൽ നിങ്ങൾ ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരെ എവിടെ കൊണ്ട് കുഴിച്ചിടും? ചേട്ടിപ്പം നിലയ്ക്കൽ നിക്കോളാസോ ആ ബത്താൻ ഒരു സ്ത്രീയോട് സംസാരിച്ചത്, അവളുടെ ഭർത്താവ് സുഖമുണ്ടായിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അവളോട് പറഞ്ഞത്, നീ സുന്ദരിയാ, ഇങ്ങനെ നിൽക്കരുത്, നീ ഇങ്ങ് പോരെ, സൗകര്യപ്പെട്ട ഇങ്ങ് പോരെ, ഞാൻ നിന്നെ നോക്കിക്കോളാം, ആരും അറിയിട്ടില്ല, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിത്തരാം. ഇവരെ നീ എവിടെ കൊണ്ടടക്കും? ഇവരെ നീ പൊക്കിപ്പിടിച്ച് നാട് കാഴ്ച കാണിച്ച് കസേരയിലിരുത്തി കുന്തിർക്കം വാരിയിട്ട് ഇരുത്തി ഉണക്കി അവിടെ ഇരുത്തും. ഇവനെ എന്തോ എൻ്റെ പരിശുദ്ധ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ മെത്രാന്മാരുടെ പുരോഹിതന്മാരുടെ എത്ര പേര് വിശുദ്ധിയോടുകൂടി ദൈവവേല ചെയ്യുന്നവരുണ്ട്? ഏതെങ്കിലും ഒരെണ്ണമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറ. എൻ്റെ പേര് നിങ്ങൾക്കറിയത്തില്ല, വേണ്ട, നിങ്ങളറിയും എൻ്റെ പേര്. നിങ്ങൾ പറ, നിങ്ങൾ ഇന്ന് ഓട്ടോഫയിൽ ഏത് പുരോഹിതനെ മെത്താൻ മനഃശുദ്ധിയോടെ ആത്മാർത്ഥതയോടെ, അതായത് ആത്മീയതയോടുകൂടി, ആത്മീയത പറഞ്ഞാൽ മനഃശുദ്ധി വേണം ആദ്യം. മനസ്സിൽ നിന്ന് എല്ലാ മറ്റു വികാരങ്ങളും എല്ലാം ഉണ്ടാകുന്നു. അതൊക്കെ അടക്കി നിന്ന് ഏത് പുരോഹിതനുണ്ട് ശുശ്രൂഷ ചെയ്യുന്നവൻ? നിങ്ങളുടെ എല്ലാ വർഷവും കുറേ എണ്ണത്തിന് അടിച്ചിറക്കുന്നുണ്ടല്ലോ പട്ടാളത്തെ സ്വീകരിക്കാനായിട്ട്, പട്ടാളത്തെ ഉണ്ടാക്കാനായിട്ട്. ഈ പട്ടാളമെല്ലാം ഒരു ദിവസം അവിടെ അടിഞ്ഞു വന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, ശമ്പളം കൈക്കിട്ടും. പോരാഞ്ഞ വിശ്വാസികൾ ചൂഷണം ചെയ്ത് ആണ്ട് കുർബാന മറ്റേത് എന്തു നടത്തണമെങ്കിൽ കൈമടക്ക ഇതൊക്കെ കിട്ടി മേടിച്ച് സൂക്ഷിച്ച് ജീവിക്കുക. നോക്കിക്കോ, ഇതിൻ്റെ അന്ത്യം വരുന്നു. നിങ്ങൾ പുരോഹിതവർഗം തന്നെ അടിയുണ്ടാക്കും. അന്യോന്യം വീതം വെക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ പറയാം, എന്നെ ഉപദ്രവിക്കാനായിട്ട്
പുത്തഞ്ചായ പള്ളിയിൽ ഇനിയും പുരോഹിതനും വെത്താനും ആര് വന്നാലും പുത്തഞ്ചായ പള്ളിയിൽ എന്നെ ഇവർക്കാർക്കും ഒന്നും ചെയ്യാനൊക്കെ തന്നെ. ഞാൻ ഇന്ന് ഓപ്പണായിട്ട് പറയുക, ഇവരുടെ അടിമയല്ല ഞാൻ പുത്തഞ്ചായ പള്ളിയിൽ 9-9:30 ചെല്ലും. അവിടെ കുർബാന ഉണ്ടെങ്കിൽ അവരുടെ സമയം കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ ചെല്ലും. അവർക്ക് ശല്യം ഉണ്ടാക്കാൻ പോകത്തില്ല. അവിടെ ഞാൻ ചെല്ലുമ്പോൾ 6 വർഷമായിട്ടുള്ള പ്രശ്നമാണ്. വെറുതെ കൊണ്ടല്ല, പള്ളിയുടെ കാര്യം നോക്കാത്ത പുരോഹിതന്മാരും ട്രസ്റ്റി സെക്രട്ടറിമാരും ഉള്ളതുകൊണ്ട് പള്ളിക്കാരെയും ഓരോന്നും മുടങ്ങിക്കിടക്കുന്ന കണ്ട് ഞാൻ ചോദിക്കുക, അവരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് അവർക്ക് എന്നോട് വാശി വേണ്ട. ഇനിയും ഞാൻ പറയും, ഇന്നും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അത് എന്തോ ആ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നെ ഒരു കാതോലിക്കായോ ഇപ്പോൾ വന്നിരിക്കുന്ന വികാരിയോ അച്ഛൻ വികാരിയോ ട്രസ്റ്റിയോ സെക്രട്ടറി ആരും എന്നെ പുത്തഞ്ചായ പള്ളിയിൽ ഞാൻ കയറുന്നത് മുടക്കാനൊക്കത്തില്ല. മുടക്കുന്നത് അവരുടെ അന്ത്യമായിരിക്കും. ഞാൻ അവരോട് വാൺ ചെയ്യുക, ഞാൻ വരും. ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം, പഴയ തീർത്ഥാടന കേന്ദ്രമാണ് പുത്തഞ്ചായ പള്ളി. അവിടെ കിളിക്കൂടാണ്, വലിയ വാതിലൊരു കിളിക്കൂടുണ്ടാക്കി വെച്ചിരിക്കുക ആൾക്കാർക്ക് കയറാനായിട്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതാണ്. വേണ്ട, ഇനി ഞാൻ ചെന്നപ്പോൾ ആ കിളിക്കൂടിൻ്റെ നെറ്റ് കഥ ഇങ്ങോട്ട് തുറക്കാം. അകത്തെ വലിയ ഡോറ് അടച്ചിട്ടിരിക്കുക, കുറ്റിയിട്ടിരിക്കുക. അനങ്ങിയില്ല. ഞാൻ നേരെ കവറിൻ്റെ അവിടെ ചെന്ന് കൊച്ചുതിരുമയുടെ കവറിൽ ചെന്ന് പ്രാർത്ഥിച്ച് തെക്കോട്ടിറങ്ങി എൻ്റെ സ്കൂട്ടറിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ ഈ ദരിദ്രവാസി വാച്ച്മാനെ കണ്ട. വാച്ച്മാൻ എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ഒരു കാലത്ത് 3 വർഷത്തിന് മുമ്പ് ഇരുന്ന പുരോഹിതനോട് പറഞ്ഞതാ, ഈ വാച്ച്മാനായിട്ട് ഇരുത്തേണ്ട ആളല്ല, അവനെ പള്ളിക്കകത്ത് നല്ലൊരു കശവുമുണ്ടും ജുബായും നല്ല ഡ്രസ്സ് ഇട്ട് അവനെ അവിടെ ഒരു കസേരയിരുത്തണം. അവൻ്റെ കൈമുറ്റി വിശ്വാസികൾ സായുജ്യം അണിയട്ടെ എന്ന് ഞാൻ ഇന്നലെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി പോകുന്ന സമയത്ത് ഞാൻ അറിയുന്ന ഒരാൾ സ്കൂട്ടറിൽ വന്നു. ഞാൻ മോനെ എന്താ നീ ഇപ്പോൾ വന്ന് ഉടനെ പറഞ്ഞു വെച്ചാൽ ഞാൻ ദിവസവും 2 പ്രാവശ്യം പള്ളിയിൽ വരും. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഞാൻ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഈ വാച്ച്മാൻ ഈ സ്കൂട്ടർ വരുന്നതൊക്കെ കണ്ട് ഞാനുള്ള സമയത്ത് ഈ വാച്ച്മാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ വെളിയിൽ എൻ്റെ അടുത്ത് കാണും. ഇവൻ എന്നെക്കാൾ ഒരു 4 അടി അപ്പുറത്ത് പോകണ്ട. ഈ കമ്മിറ്റി മെമ്പർ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എന്നെ സൂക്ഷിച്ച് നോക്കുക, ഞാൻ വല്ലതും പറയുമോന്ന്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്താണ് നീ സൂക്ഷിച്ചു നോക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. ഞാൻ അവനോട് പറഞ്ഞു, എടാ മോനെ, ഇരിക്കേണ്ടിടത്തിരുന്നാൽ ചിരയ്ക്കേണ്ടിയവൻ ചിരയ്ക്കും എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് പോന്നു. കമ്മിറ്റി മെമ്പറോടൊന്നും പറയാൻ പോയില്ല, ഇങ്ങനെ പോന്നു. ഇത് രാവിലെ ചെന്നപ്പം തെക്കേ വരാന്തയിൽ അവൻ ഇരിപ്പുണ്ട് കസേരയിൽ. വടക്കേ വശത്തോട് ഞാൻ കയറി ചെന്നപ്പോൾ കഥ കുറ്റിയിട്ടിരിക്കുക. ഞാൻ വിടുമെന്ന് തോന്നി. അവൻ വിചാരിച്ച് ഞാൻ ചോദിച്ചത് അനങ്ങാ പോകുന്നത്. ഞാൻ കയറി ചെന്നു. മോനെ എന്ത് വടക്കേ കഥകിൻ്റെ കുറ്റിയിട്ടില്ല, തുറന്നിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു പോയി നോക്കാൻ പറഞ്ഞു. പോയി നോക്കി തുറക്കുന്ന കണ്ടേച്ച് ഞാൻ ഇറങ്ങി അവിടെ നിൽക്കുമ്പോഴാ, ഞാൻ തുറന്നിട്ടേച്ച് പോയതാ. ശുശ്രൂഷക്കാരെന്തോ അടച്ചതായിരിക്കും. ശുശ്രൂഷക്കാരൻ ഒരിക്കലും ദേവാലയത്തിന് അടയ്ക്കത്തില്ല, കുറ്റിയിടത്തില്ല. ഇവൻ ഇന്നലത്തെ ഭാഷയ്ക്ക് അവനോട് പറഞ്ഞ ഭാഷയ്ക്ക് ചെയ്തു. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വടക്കേ വാതിൽക്കൂടെ കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ശുശ്രൂഷക്കാരൻ വന്നു. ഞാൻ ചോദിച്ചു, മോനെ നീയാണോ ഈ കഥകിന് കുറ്റി? അച്ഛാ, ഞാൻ അങ്ങോട്ടൊന്നും വരാറില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ പോയി ഇപ്പോഴൊരു മഹാൻ വിചാരിയായിട്ട് വന്നിട്ടുണ്ട്. ഇവനെ വന്നുകൊണ്ട് ആരും ഒരു മനുഷ്യൻ ഒന്നും പറയത്തില്ലെന്ന് ചിന്താഗതിയെ ഈ ജന്മവാസി വാച്ച്മാൻ തോന്നിയേക്കുന്നത്.
പള്ളിയിലെന്ത് കണ്ടാലും പള്ളിയിലെന്ത് തെറ്റായ കാര്യം കണ്ടാലും ഞാൻ പറയും. ആര് പറഞ്ഞാൽ ഫാദർ അമ്മയിലല്ല, മറ്റേ ആക്ഷേപിക്കാരിയല്ല, ആര് പറഞ്ഞാലും അത് ഞാൻ പറയും. എന്നെ ഇവരൊന്നും ചെയ്യാനില്ല. ഞാൻ ഇവരുടെ ഈ പുരോഹിതന്മാരുടെ ഒരു വേല എവിടെ ചെന്നാലും അവിടുത്തെ അറിയപ്പെട്ട ആൾക്കാരെ കയ്യിലങ്ങ് എടുക്കും. ഇതോടത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ കണ്ടു. അവരും പോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതേ ചക്കരയ്ക്കും തേങ്ങയ്ക്കും കള്ളിനും ചക്കരയ്ക്കും ചെത്തുന്ന ക്രിസ്ത്യാനികളായിരുന്നു ഓർത്തഡോക്സ് സഭയിലുള്ളത്. അതുകൊണ്ട് ഒരുത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പുരയിലെ കാലത്ത് എങ്ങനെ അവിടെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആ വീട്ടിൽ, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് എഴുന്നേറ്റും പ്രാർത്ഥിക്കാൻ ഞാൻ എഴുന്നേറ്റ് നിന്നു. അത് കഴിഞ്ഞിട്ട് ആ വീട്ടിലെ രണ്ട് പിതാവിൻ്റെയും മാതാവിൻ്റെയും തലയ്ക്ക് പ്രാർത്ഥിച്ചപ്പം ഞാനിങ്ങനെ ഇറങ്ങിപ്പോയി. കാരണം ഇവൻ്റെ കൈ കൊണ്ട് എൻ്റെ തല നേരെ വരുമെന്ന് തോന്നിയുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോയി. മക്കളെ, ഇതൊക്കെയാ ആത്മീയത. അവരൊക്കെ സുഖജീവിതം ജയിക്കുന്നവരാ. ഇനി സമയം അധികമില്ല. ഇവനൊക്കെ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞ പോലെ ഇവനൊക്കെ ദേവാലയത്തിൽ ആൾക്കാർ വരാനായിട്ട് പോയി വിളിച്ചുകൊണ്ട് വരേണ്ട സമയം വരുന്നു. നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ.